ഹലോ ഗായ്സ്, ഇത് ചീനപ്പറങ്കി, പച്ച കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി. ഈ ചെറിയ ഉള്ളി, ചീനപ്പറങ്കി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ മത്തി ഇലയിൽ ഉപയോഗിക്കാൻ വേണ്ടി. പക്ഷേ ഈ ചീനപ്പറങ്കി ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് കൊളസ്ട്രോളിൻ്റെ കേട് വളരെ കുറയും. ചുവന്നമുളക് ചേർക്കുന്നില്ല. അത് നമ്മൾ സാധാ കല്ലുമ്മ ഇട്ടുങ്ങാണ്ട് ഈ കാണിച്ച സാധനങ്ങളൊക്കെ അരച്ചങ്ങാണ്ട് മസാല ഉണ്ടാക്കുകയാണ്. മസാല കല്ലിലിട്ടുങ്ങാണ്ടാണ് അരക്കുന്നത്. പക്ഷെ അതിന് കല്ലിലിട്ട് അരക്കുമ്പോൾ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, മിക്സിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കേടുപാടുണ്ടാവും. കല്ലുമ്മ അരക്കുമ്പോൾ നമുക്ക് കേടുപാടുണ്ടാവില്ല. നമ്മൾ കൈയൊന്നും ഇങ്ങനെ അളവും ചിരിച്ചു വരും. ഓക്കെ, ഇത് അത് അരച്ച പേസ്റ്റാണ്. ഇത് ചെറുമത്തിയാണ്. ചെറുമത്തി ക്ലിയറാക്കി നന്നാക്കി കഴുകി വൃത്തിയിലാക്കിങ്ങാണ്ട് നമ്മളിഞ്ഞത് മസാല പുരട്ടുകയാണ്. മസാല പരത്തിയിട്ട് വാൻ്റല വെച്ചിട്ട് അതിലേക്ക് മീനിനെ പരത്തിയിടുകയാണ്. അപ്പോൾ മീനിങ്ങനെ പരത്തിയിട്ടും കൊണ്ടിരിക്കുകയാണ്. വാൻ്റല ഇങ്ങനെ പരത്തി റെഡിയാക്കണമല്ലോ. മീൻ പരത്തി ഇടൽ ഇങ്ങനെ കഴിഞ്ഞു. മീൻ പരത്തി ഇടൽ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി ആ മീൻ നമ്മൾ വേവിക്കുകയാണ്. വേവിക്കുന്നത് ഗ്യാസിനല്ല, അടുപ്പിൽ തന്നെയാണ്. അത് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ മീൻ ഇലയിൽ വെച്ചത് വേവിച്ച് അടുപ്പത്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ.